ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കിഡീസ് ക്രിയേറ്റീവ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ലേൺ യൂസിങ് കോഡ്സിൻ്റെ പാർട്ട് 3യുമായിട്ടാണ്. അതായത് നമ്മൾ തുടങ്ങിയത് പഠനം വളരെ എളുപ്പവും രസകരവുമാക്കാനായിട്ടുള്ള ഒരു രീതി പരിചയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ കോഡ്സിലൂടെ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ പാർട്ട് 3യുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുൻപത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2 നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഈ കോഡ്സിൻ്റെ ഓരോന്ന് കേൾക്കുമ്പോഴും ഒപ്പം തന്നെ നോട്ട് ഡൗൺ ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ചോദ്യം. ഈസ്റ്റേൺ ഗട്ട്സ് കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം അതിനുള്ള കോഡാണ് ആറ്റോ കാർ. നമ്മളൊരു പുതിയതായിട്ടൊരു കാർ ഉണ്ടാക്കി, ഇതിൻ്റെ പേരാണ് ആറ്റോ കാർ. അപ്പോൾ ATTO നമ്മൾ ആലോചിക്കുക. എ വെച്ചിട്ട് ആന്ധ്രാപ്രദേശ്, അടുത്തടുത്തുള്ള സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആന്ധ്രാപ്രദേശ്, ടി തമിഴ്നാട്, ടി തെലങ്കാന, ഒ ഒഡീഷ, കാർ എന്ന് പറയുമ്പോൾ കർണാടക. അപ്പോൾ നമ്മൾ തെറ്റിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ആലോചിക്കുക, അടുത്തുള്ള സംസ്ഥാനം. ഇതൊക്കെ സദേൺ സൈഡിൽ വരുന്ന സ്റ്റേറ്റ്സ് അല്ലേ, അപ്പോൾ അങ്ങനെ ആലോചിക്കുക. ആന്ധ്ര, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, കർണാടക. ആറ്റോ കാർ, കാർ എന്ന് ഉദ്ദേശിക്കുന്നത് കർണാടക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളൊന്ന് എഴുതിയെടുക്കുക, ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കും. എന്താണ് കോഡ്? ആറ്റോ കാർ. ആന്ധ്ര, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, കർണാടക. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. റുപ്പീസ് കറൻസി ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെ? 6 കൺട്രീസിനാണ് റുപ്പീസ് കറൻസി ആയിട്ടുള്ളത്. ഒന്ന് നമുക്കറിയാം, ഇന്ത്യ. പിന്നെ 3 ഇന്ത്യയുടെ നൈബറിംഗ് സ്റ്റേറ്റ്സ് ആണ്. പാകിസ്ഥാൻ, ശ്രീലങ്കയാണ് ലങ്ക എന്ന് ഉദ്ദേശിക്കുന്നത്. ലങ്ക, നേപ്പാൾ, സീഷെൽസ്, മൊറീഷ്യസ്. ഈ സീഷെൽസ് എന്ന് പറയുന്നത് ഈസ്റ്റ് ആഫ്രിക്കയുടെ ഭാഗമായിട്ടുള്ള ഒരു കൺട്രിയാണ്. ഈ 6 കൺട്രീസിലാണ് റുപ്പീസ് കറൻസി ആയിട്ടുള്ളത്. അപ്പോൾ ഇത് പഠിക്കാനുള്ള കോഡാണ് SIMPLN. സിമ്പിൾ N അല്ലെ, ഈ മാറ്റി നമ്മളൊന്ന് N ആക്കിയെന്നുള്ളൂ. അപ്പോൾ ഇത് പഠിക്കാൻ വളരെ ഈസിയാണ്. ഇന്ത്യ, പിന്നെ ഇന്ത്യയുടെ 3 നൈബറിംഗ് സ്റ്റേറ്റ്സ്, പിന്നെ സീഷെൽസ്, മൊറീഷ്യസ്. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ചോദ്യം. ലോകത്തിലെ സമ്പന്നരായ രാജ്യങ്ങളുടെ സംഘടന. ഈ സംഘടനയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? അപ്പോൾ സംഘടനയുടെ പേരാണ് G7. അതിന്റെ ഫുൾ ഫോം ഗ്രൂപ്പ് ഓഫ് 7. ഈ G7 എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള, സമ്പന്നരായിട്ടുള്ള രാജ്യങ്ങളുടെ സംഘടനയാണ്. ഇനി ഈ രാജ്യങ്ങൾ, ഈ 7 രാജ്യങ്ങളാണുള്ളത്. നമുക്ക് മനസ്സിലാക്കാം, ഗ്രൂപ്പ് ഓഫ് 7 എന്ന് പറയുമ്പോൾ തന്നെ 7 കൺട്രീസ് ആണുള്ളത്. അത് ഓർത്ത് വെക്കാനുള്ള കോഡാണ് IGFUJAC. അപ്പോൾ ഇതിൽ ഓരോ ലെറ്റേഴ്സും ഓരോ കൺട്രിയാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെ രാജ്യങ്ങളാണ്. ഇറ്റലി, I ഇറ്റലി, G ജർമ്മനി, F ഫ്രാൻസ്, UK, J ജപ്പാൻ, A അമേരിക്ക, C കാനഡ. ഇതാണ് ആ 7 രാജ്യങ്ങൾ. ഇത് നമുക്കറിയാം, വളരെ പോപ്പുലർ ആയിട്ട് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് ഇതൊക്കെയാണ്. നമുക്കിത് പഠിക്കാൻ പ്രത്യേകിച്ച് കോഡൊന്നും വേണ്ട, എന്നാലും തെറ്റിപ്പോവാതിരിക്കാൻ ഒന്നും കൂടി ഒരു ഓർഡറായിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്, IGFUJAC. പിന്നെ 2 ബോണസ് പോയിന്റ്സും കൂടി പറഞ്ഞുതരാം. ഈ G7 എന്ന് പറയുന്ന ഗ്രൂപ്പ് 1975 ആണ് രൂപീകരിച്ചത്. അതുപോലെ റഷ്യ ഇതിലുണ്ടായിരുന്നു, പിന്നീട് പുറത്തായതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോ സ്ഥലത്തും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെന്റ്സ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ഭൂമി, എർത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെന്റ് ആണ് ഓക്സിജൻ. ഇനി പ്രപഞ്ചം, യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ്? ഹൈഡ്രജൻ. അന്തരീക്ഷം, അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജൻ. അപ്പോൾ ഇത് പലപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും അല്ലേ. സംഭവം ഇത് കാണുമ്പോൾ നമുക്ക് ഈസിയാൻ തോന്നുമെങ്കിലും മാറിപ്പോകും. അപ്പോൾ അങ്ങനെ മാറിപ്പോകാതിരിക്കാനായിട്ടുള്ള കോഡ്, നമ്മൾ ശരിക്കും ഉറച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് ബോഫൻ. അതായത് BOPHAN. ഈ ഭൂമി എന്നുള്ളത് നമ്മൾ മംഗ്ലീഷിൽ എഴുതാണ്. അപ്പോൾ ബി ആണ് ഫസ്റ്റ് വരാം. അപ്പോൾ BO ആണ് പേസ്. അപ്പോൾ BO ഭൂമി, ഓക്സിജൻ. ഇനി പ്രപഞ്ചം, PH പ്രപഞ്ചം, ഹൈഡ്രജൻ. ഇനി അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ, AN. അപ്പോൾ അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജൻ. അപ്പോൾ ഇതാണ് കോഡ്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെന്റ് ഓക്സിജൻ, പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ, അന്തരീക്ഷത്തിൽ നൈട്രജൻ. അപ്പോൾ നമ്മൾ 4 ക്വസ്റ്റ്യൻസും
കോഡ്സ് വെച്ചിട്ട് എങ്ങനെ സിമ്പിളായിട്ട് പഠിക്കാൻ നോക്കി. അപ്പം ഇങ്ങനെ കോഡ്സിലൂടെ പഠിക്കുന്ന ഞങ്ങളിപ്പം ഇത് 3ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോസ് കോമ്പറ്റേറ്റീവ് എക്സാംസിനും സ്കോളർഷിപ്സിനും PSCക്കും അതുപോലെ സ്കൂൾ കുട്ടികൾക്കും അങ്ങനെ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ക്വിസിനൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുന്നത്തെ പാർട്സ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതിൽ ഇതിലും രസകരമായിട്ടുള്ള കോഡ്സ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഫോർമേറ്റീവും എൻ്റർടൈനിങ്ങും ആയിട്ടുള്ള വീഡിയോസ് കിട്ടാനായിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ നിങ്ങൾക്ക് പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് ഇനി കിട്ടേണ്ടതെന്നൊക്കെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത് എഴുതിയെടുത്ത് പഠിക്കാൻ മറക്കല്ലേ. അപ്പോൾ ശരി.